പ്രഭാതവന്ദനങ്ങൾ. മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. യെശയ്യാവ് 6:5. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവ് 6:5 നിന്ന് 3 കാര്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യെശയ്യാവ് പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ അന്നുവരെ തന്നെക്കുറിച്ച് താൻ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു തിരിച്ചറിവ്, തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ താൻ നടത്തുകയാണ്. രണ്ടാമത്, താൻ പറയുന്നു താൻ ജീവിക്കുന്ന സ്ഥലം ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിലാണ്. മൂന്നാമത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ താൻ കണ്ടു, ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം താൻ അനുഭവിച്ചു. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പഠിക്കുവാനുള്ള പാഠം. ഒന്ന്, യെശയ്യാവിൻ്റെ ജീവിതത്തിൽ അന്നുവരെ അവൻ എനിക്ക് അയ്യോ കഷ്ടമെന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. 6-ാം അധ്യായത്തിൻ്റെ മുമ്പുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം. പക്ഷേ ഇവിടെ ഇതാ അവൻ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം. ഈ തിരിച്ചറിവിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം, നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്താൽ, തുലനം ചെയ്താൽ മറ്റുള്ളവരെക്കാൾ നാം നല്ലവരാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലുമൊക്കെ പൗലോസ് എഴുതിയത്, മറ്റൊരുത്തനുമായിട്ട് ചേർത്ത് ഉപമിപ്പാൻ താൻ തയ്യാറല്ല, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുവാൻ താൻ തയ്യാറല്ല. അങ്ങനെ ചെയ്യരുത് എന്നതാണ് ഗലാത്യ ലേഖനത്തിലൊക്കെ പൗലോസ് പറയുവാനിടയായിത്തീരുന്നത്. മറ്റുള്ളവരുമായിട്ട് നാം നമ്മെ തന്നെ ചേർത്ത് ഉപമിപ്പിച്ചാൽ ഒരുപക്ഷെ നമുക്ക് തോന്നും, ഞാൻ ആ പാസ്റ്ററെക്കാട്ടിൽ എന്ത് നല്ലവനാണ്, ആ പ്രവാചകനെക്കാട്ടിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാനാണ്, ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളെക്കാൾ എല്ലാം കൂടുതൽ ഞാനാണ് ആത്മീകൻ എന്ന് നമുക്ക് തോന്നുവാനിടയായിത്തീരും. ഇതിൻ്റെ കാരണം എന്താ? നമ്മുടെ കമ്പാരിസൺ പോകുന്നത്, നാം നമ്മെ തന്നെ ചേർത്ത് ഒരുമിക്കുന്നത് നമ്മുടെ കൂടെയുള്ള, നമുക്ക് ചുറ്റും കാണുന്ന ആളുകളോടൊപ്പമാണ്. അതായിരുന്നു യെശയ്യാവിൻ്റെ വലിയ തെറ്റെന്ന് പറഞ്ഞാൽ. ഇതിന് നമുക്ക് ഐഷ്യ സിൻഡ്രോം എന്ന് വിളിക്കാം. നമുക്കും ആ ഒരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരുമായി തുലനപ്പെടുത്തി ഞാൻ നല്ലവനാണ്, അവരെക്കാട്ടിൽ എത്ര ഭേദമാണ് ഞാനെന്ന് പറയുന്ന സ്വഭാവം. രണ്ടാമത്, യെശയ്യാവിൻ്റെ തിരിച്ചറിവാണ്. യെശയ്യാവ് തിരിച്ചറിയുന്നു താൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്ന്. ഈ തിരിച്ചറിവിന് കാരണമെന്താണ്? ഇന്ന് വരെ തന്നെ മറ്റുള്ളവരുമായി തുലനപ്പെടുത്തി താൻ വിശുദ്ധനാണെന്ന് വിശ്വസിച്ചിരുന്ന യെശയ്യാവ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ അവന് മനസ്സിലായി, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന ഒരു വിശുദ്ധിയും ഒരു നന്മയും തനിക്കില്ല എന്ന്. നിങ്ങൾക്കറിയാമോ, അവിടെ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് പരിശുദ്ധൻ 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 എന്ന് ഉറച്ച് അട്ടഹസിച്ച് ആർത്തുകൊണ്ടാണ് ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സാറാഫുകൾ തുടർമാനമായി ഉറച്ച് ആർത്ത് ആരാധിക്കുമ്പോൾ ആ മഹത്വം കണ്ട യെശയ്യാവിന് മനസ്സിലായി, താൻ ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കത്തക്കവണ്ണം യോഗ്യനല്ല. നമ്മുടെ കമ്പാരിസൺ മറ്റു മനുഷ്യരുമായിട്ടാകുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊത്തിരി നല്ലതാണെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണ്, ദൈവം ഡിമാൻഡ് ചെയ്യുന്ന വിശുദ്ധി എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ യോഗ്യതയില്ലായ്മ, നമ്മുടെ അശുദ്ധി എന്താണെന്ന് നമുക്ക് വെളിപ്പെടുകയുള്ളൂ. നാം ആരാധിക്കുന്ന ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. മാത്രമല്ല, വചനം പറയുന്നത് സ്വർഗം പോലും ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ മലിനമെന്നാണ്. അങ്ങനെ പറയുവാൻ കാരണം, സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ വെച്ചാണ് ദൂതന്മാർ വീണുപോയത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ പാപം നിഗളം കടന്നു വരുവാനിടയായി തീർന്നത്. അങ്ങനെ സ്വർഗത്തിൽ പോലും മാലിന്യം ദൂതന്മാർ നിമിത്തം കടന്നുകൂടി എന്ന് പറയുമ്പോൾ, അത്ര വിശുദ്ധനാകുന്ന ദൈവത്തെ ആരാധിക്കുന്ന നാം നമ്മുടേതാകുന്ന യോഗ്യതകൾ, നമ്മുടേതാകുന്ന വിശുദ്ധിയുടെ ആ നിഗളചിന്തകൾ, പണ്ട് പരീശൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാതെ, നമ്മുടെ കുറവിനെ മനസ്സിലാക്കി, അശുദ്ധിയെ മനസ്സിലാക്കി, കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ തന്നെ കഴുകി യെശയ്യാവിനെ ശുദ്ധീകരിച്ചതുപോലെ ആ ബലിവേദിയിൽ നിന്ന് യേശുവിൻ്റെ
ക്രൂശാകുന്ന ബലിവേദിയിൽ നിന്ന് ഒരു അഗ്നികഷ്ണം കൊണ്ട് നമ്മെ തൊട്ട് നാം ശുദ്ധീകരണം പ്രാപിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. മൂന്നാമത് യെശയ്യാ പറയുകയാണ്, ഞാൻ അശുദ്ധിയുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. മറന്നു പോകരുത്, നാം ജീവിക്കുന്ന ലോകം, നാം പാർക്കുന്ന സ്ഥലം, നാം പാർക്കുന്ന ദേശം, അതിൻ്റെ സ്വഭാവങ്ങൾ നമ്മെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. യെശയ്യാവിന് പറ്റിയ പ്രശ്നം അതായിരുന്നു. താൻ അശുദ്ധിയുള്ള അധരമുള്ള വ്യക്തിയായി തീരുവാൻ എന്താ കാരണം? താൻ പാർക്കുന്ന ദേശം അങ്ങനെയുള്ള സ്വഭാവമുള്ള ദേശമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്, നാം പാർക്കുന്ന ദേശത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മെ സ്വാധീനിക്കരുത്. അതുകൊണ്ട് പ്രിയരെ, നന്മയല്ലാതെ തിന്മയെ പിൻപറ്റരുത്. ദേശക്കാർ അഴിമതിയുള്ളവരാകട്ടെ, കോപമുള്ളവരാകട്ടെ, തെറ്റ് ചെയ്യുന്നവരാകട്ടെ, അവിശ്വസ്തരാകട്ടെ, നിങ്ങൾ പാർക്കുന്ന ദേശത്തിൻ്റെ സ്വഭാവം എന്തുമാകട്ടെ, ആ സ്വഭാവം നിങ്ങളുടെ അകത്ത് കയറാതെ ദൈവത്തിൻ്റെ വിശുദ്ധി എന്തെന്ന് മനസ്സിലാക്കി ആ വിശുദ്ധിനൊത്തവണ്ണം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.